ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷനെ കുറിച്ചാണ്. നമ്മളിപ്പം ഡിഫറൻസിയേഷൻ്റെ പല രീതിയിൽ സെപ്പറേറ്റ് ക്വോഷ്യൻ റൂൾ, അതുപോലെ പ്രൊഡക്റ്റ് റൂൾ, അതുപോലെ ചെയിൻ റൂളൊക്കെ വെച്ച് ഓരോ ടൈമിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, അതിനെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പം സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇത്രയും നാളും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരൊറ്റ വേരിയബിൾ വെച്ചിട്ടുള്ളത്, ഒന്നെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിനെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ഡെറിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വേരിയബിളിനെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പറയുന്നത് we have considered so far only function of the type of y equal to f of x. y equal to f of x ആ ഫോമിലുള്ളവണ് ഒറ്റ വേരിയബിളുള്ള എക്സ് എന്ന് പറഞ്ഞ അങ്ങനെ, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ഒറ്റ വേരിയബിളുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ഇത്രയും നാളും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ കണക്റ്റഡ് ബൈ ദി റിലേഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0, we differentiate the given equation term by term and solve the resulting equation for the differential coefficient. ഇപ്പം നമ്മൾ പറഞ്ഞു ഇത്രയും നാൾ നമ്മൾ ഒറ്റ ടേമിനെയാണ് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഒറ്റ വേരിയബിൾ, അതിനെയായിരുന്നു നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സും വൈ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനും ഉണ്ടായിരിക്കും. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആ ഒരു ടേമിൽ എക്സിൻ്റെ ടേമും ഉണ്ടായിരിക്കും, അതുപോലെ വൈയുടെ ടേമും ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടി എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിൽ തന്നെ ആയിരിക്കും എക്സിൻ്റെയും വൈയുടെയും ടേമൊക്കെ. അപ്പം 4xy പ്ലസ് അല്ലെങ്കിൽ 4x² y², അങ്ങനെയൊക്കെ ഒരു ടേം ഉണ്ടല്ലോ. എക്സും വൈ ഒക്കെ ഒരുമിച്ച് കണക്റ്റഡ് ആയിരിക്കും. അപ്പം അതിൻ്റെ റിലേഷൻ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ല. അപ്പം അങ്ങനെയുള്ള റിലേഷൻ ഇത് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള എക്സിൻ്റെ ആ ഒരു ഫംഗ്ഷനിൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടായിരിക്കും, വൈ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾ അതിൽ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, ടേം ബൈ ടേം, ഓരോ ടേമിനെയും എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അതുപോലെ വൈനെയും, പിന്നെ രണ്ട് വേരിയബിളിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ. ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ dy/dx ഇല്ലേ, നമ്മളിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ്. ഡിഫറൻഷ്യൽ കോയിഫിഷ്യൻ അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത്രയും നാളും ഒറ്റ വേരിയബിൾ വെച്ചിട്ടുള്ള ഫംഗ്ഷനായിരുന്നു നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾ ഉണ്ടായിരിക്കും, ആ രണ്ടും കൂടി കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ എക്സും വൈയും, ആ എക്സും വൈയും എന്തായാലും കണക്റ്റഡ് ആയിരിക്കും. അപ്പം ആ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, ടേം ബൈ ടേം ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. നമുക്കതുപോലെ പ്രോബ്ലം ഈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് dy/dx. അപ്പം dy/dx ആണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. വെൻ എക്സ് ആൻഡ് വൈ ആർ കണക്റ്റഡ് ബൈ ax² പ്ലസ് 2hxy പ്ലസ് by² ഈക്വൽ ടു 0. അപ്പം ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ax² പ്ലസ് 2hxy പ്ലസ് by² ഈക്വൽ ടു 0. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ, എക്സ് ആൻഡ് വൈ ആർ കണക്ട് എന്ന് വെച്ചാൽ നമ്മുടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആണ് എന്ത് ഇവിടുത്തെ വേരിയബിൾ ആയിട്ടുള്ളത്. ബാക്കി ഈ എയും അതുപോലെ എച്ചും ബി ഒക്കെ എന്താണ്, കോൺസ്റ്റൻറ്റ് ടൈമാണ്. അപ്പം ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സും വൈ ആണ്. അപ്പം എക്സിനെയും വൈനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കേണ്ടത്, dy/dx. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എക്സിനെയും വൈനെയും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കുന്നത് dy/dx ആണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ax² പ്ലസ് 2hxy പ്ലസ് by² ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിലെ എയും അതുപോലെ ഈ ബിയും അതുപോലെ ഈ എച്ച് ഒക്കെ എന്താണ്, അതൊക്കെ എന്താണ്, കോൺസ്റ്റൻറ്റ് ടേമാണ്. ഇനി നമ്മൾ ഇതിലെ ഓരോ ടേമിനെയും ടേം ബൈ ടേം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഈ ax² ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതുപോലെ 2hxy നമ്മൾ ഓരോന്നും ഡിഫറൻഷിയേറ്റ് സെപ്പറേഷൻ കൊടുക്കില്ലേ, d/dx ഓഫ് ax² പ്ലസ് d/dx ഓഫ്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുമല്ലോ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നതാണ്. ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പോവാണ്. ഇനി എന്ത് വരും, നമ്മൾ ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും, ഇംപ്ലൈസ് d/dx ഓഫ് ax². ഇതിൽ a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ് നമുക്കറിയില്ല, അപ്പോൾ നമ്മൾ a പുറത്തേക്ക് എടുത്തു. പിന്നെ ബാക്കി എന്താ ഉള്ളത്, d/dx ഓഫ് x²നെ പിന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത് പ്ലസ്. ഇപ്പോൾ ഇവിടെ 2hxy ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 നമുക്ക് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണെന്നറിയാം, അതുപോലെ എച്ചും കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ. അപ്പം 2h നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കി അവിടെ എന്തേ ഉള്ളൂ, d/dx ഓഫ് xy ആണ് ഉള്ളത് പ്ലസ്. ഇനി ഇവിടെ എന്താ ഉള്ളത്, d/dx. പിന്നെ എഴുതുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഈക്വൽ ടു 0 ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം, ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കണം. ദെൻ പിന്നെ അടുത്ത് എന്താണ്, by². അപ്പം നമുക്കറിയാം ബി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ബി നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കി എന്താ ഉള്ളത്, d/dx
ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ടൈമൊക്കെ പുറത്തിട്ട് അകത്തെ ടൈമിനെ ഇനി അതിനെ നമ്മൾ മാത്രമായിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു അല്ല ഇംപ്ലൈസ് ആണ് എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന് ഡിഫറൻസ് അതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. 2x പ്ലസ് 2h ഇൻറ്റു ഇവിടെ 2h നമ്മൾ പുറത്തേക്ക് കിട്ടും. ബാക്കി എന്ത് വരും? എക്സ് വൈ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ എക്സും ഒരു വേരിയബിളാണ്, അതുപോലെ വൈയും ഒരു വേരിയബിളാണ്. എന്ന് വെച്ചാൽ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ ഇല്ലേ, ആ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് റൂളിൽ ഇക്വേഷൻ, അപ്പം യുവും വി എന്ന് പറഞ്ഞ രണ്ട് വേരിയബിളാണ്. പ്രൊഡക്റ്റ് റൂളിൽ ഇക്വേഷൻ എന്തായിരുന്നു? യു ഇൻറ്റു ഡി ബൈ ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു അല്ലേ. അപ്പം ഈ ഒരു ടേമിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. അങ്ങനെ ആ ഒരു ടേം കഴിഞ്ഞു. പ്ലസ് അടുത്ത എന്താ? ബി കോൺസ്റ്റൻ്റ്. ബി നമ്മൾ അതുപോലെ എഴുതി. ഇനി വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, വൈ സ്ക്വയർ നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x അല്ലേ. അപ്പം വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2y വരും. അതുപോലെ തന്നെ ഇവിടെ നോക്കണം, നമ്മളിവിടെ എക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൈ സ്ക്വയർ നമ്മൾ ചെയ്തു, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഓഫ് ഈ വൈയും കൂടി എഴുതണം. കാരണം നമ്മളിവിടെ നമുക്ക് താഴത്ത് നോക്കിയറിയാം ഇവിടെ ഡി എക്സ് ആണ്. അപ്പം എക്സിനെയാണ് നമ്മളിവിടെ, എക്സ് ആണ് നമ്മുടെ ഡെറിവേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വൈയും നമുക്ക് വേരിയബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വൈ സ്ക്വയറിനെ ഡെറിവേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? 2y എന്ന് പറഞ്ഞ് എഴുതിയത്. അതിനുശേഷം ഈ വൈനെ മാത്രം, ഇപ്പം ഇവിടെ വൈ ക്യൂബ് ആണെങ്കിൽ എന്ത് വരും? നമുക്ക് ഫസ്റ്റ് നമ്മൾ വൈ ക്യൂബിനെ ഡെറിവേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും? 3y സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. അതിനുശേഷം ഇവിടെയുള്ള ഈ വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പം അതുപോലെ നമ്മൾ അതിനെ മാറ്റി ചെയ്യുവാണ്. അപ്പം നമുക്കിവിടെ വൈ സ്ക്വയർ ആണ്. അപ്പം നമ്മൾ വൈ സ്ക്വയറിനെ ഫസ്റ്റ് എന്ത് ചെയ്തു? വൈ സ്ക്വയറിനെ ഡെറിവേറ്റ് ചെയ്ത് 2y എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം ഈ വൈയിൽ നമ്മുടെ വേരിയബിളിൽ ആ വൈനെ നമ്മൾ ഒന്നും കൂടി ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഈക്വൽ ടു എന്ത് കൊടുക്കുകയാണ്? ഇവിടെ 0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഓരോന്നിനെയും ടേം ബൈ ടേം ആയിട്ട് നമ്മളിപ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുവാണ്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? a2x. അപ്പം നമുക്കതിനെ 2ax എന്ന് പറഞ്ഞ് കൊടുക്കുക. നമ്മളതിനെ 2ax എന്ന് പറഞ്ഞ് കൊടുത്തു. പ്ലസ് ഇവിടെ എന്ത് വരും? 2h ഇൻറ്റു ബ്രാക്കറ്റ് ചെയ്തു. ഇനി എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ അല്ലേ, നമുക്കതിനെ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. കാരണം വൈ നമുക്ക് എക്സിൻ്റെ ടൈമിൽ, അപ്പം ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. പ്ലസ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. എക്സിൻ്റെ, കാരണം എക്സിനെ ഇവിടെ എക്സിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പം എക്സിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ വരും അത് 1 ആയിട്ട് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? വൈ മാത്രം വരും. പ്ലസ് ഇവിടെ എന്ത് വരും? b2y അല്ലേ, അതിന് ഞാൻ 2by എന്ന് പറഞ്ഞു, ഒന്ന് വൃത്തിക്ക് അറേഞ്ച് ചെയ്തതന്നേ ഉള്ളൂ. 2by ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? dy ബൈ ഡി എക്സ് ഈക്വൽ ടു 0 വരും. അപ്പോൾ നമ്മൾ തന്നെ ഫസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. വേറെ ഇക്വേഷൻസും കാര്യങ്ങളൊന്നും അവിടെ ഡെറിവേഷൻ ഒന്നും നടത്തിയിട്ടില്ല. നമ്മളതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? ഒരു സ്റ്റെപ്പാണ് ഈ കിടക്കുന്നത്. 2ax പ്ലസ് 2h ഇൻറ്റു എക്സ് dy ബൈ ഡി എക്സ് പ്ലസ് വൈ പ്ലസ് 2by. ആ b2yനെ 2by ആക്കണേ. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെന്ന് എഴുതുന്നേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു 2h എന്ന് പറയുന്നത്, ഈ ഒരു 2h ഈ രണ്ട് ടേമിനും കോമൺ ആണല്ലോ. ഈ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിനും അതുപോലെ ഈ ഒരു വൈക്കും എന്താണ്? ഈ 2h കോമൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഈ 2ax നമ്മൾ അതുപോലെ എഴുതി എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇതേ ഇൻറ്റു ഇതെന്ത് വരും? 2h ഇൻറ്റു 2hx ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് വരും. അതുപോലെ ഈ ഒരു ടേം ഇൻറ്റു വൈയും ചെയ്യും. അപ്പോൾ എന്ത് വരും? 2hy എന്ന് പറഞ്ഞ് വരും. പ്ലസ് ഈ b2y നമ്മൾ 2by എന്ന് പറഞ്ഞു കൊടുത്തു. dy ബൈ ഡി എക്സ് അതുപോലെ എഴുതി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ശ്രദ്ധിക്കുക, നമ്മുടെ ക്വസ്റ്റിൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ എന്തായിരുന്നു? നമുക്ക് dy ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇവിടെ dy ബൈ ഡി എക്സ് ഉണ്ട്. ഇതാണ് ഈ dy ബൈ ഡി എക്സ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുത്ത് ഈ dy ബൈ ഡി എക്സ് ഉള്ള ടേമുകൾ ഏതൊക്കെ? ഈ ഒരു ടേമും ഉണ്ട്, അതുപോലെ ഈ ഒരു ടേമും. ഈ രണ്ട് ടേമിലും അല്ലേ dy ബൈ ഡി എക്സ് ഉള്ളത്. ഈ dy ബൈ ഡി എക്സ് ഉള്ള ഈ രണ്ട് ടേമിനെ നമ്മൾ ഇവിടെ നിർത്തി, ബാക്കി ഈ ടേമിനെയും അതുപോലെ ഈ ഒരു ടേമും, ഈ രണ്ട് ടേമിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈക്വൽ ടുവിന് റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. dy ബൈ ഡി എക്സിൻ്റെ ടേമിനെ അവിടെ നിർത്തി, ബാക്കി dy ബൈ ഡി എക്സ് ഇല്ലാത്ത ടേം ഉണ്ടല്ലോ, അത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഈക്വൽ ടുവിന് റൈറ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് വരും? ഈ 2hx dy ബൈ ഡി എക്സ് അവിടെ തന്നെ നിർത്തി, അതുപോലെ 2by dy ബൈ ഡി എക്സ് അതുപോലെ നിർത്തി. ബാക്കി ഈ 2ax ഇല്ലേ, 2x നമ്മൾ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? -2ax വരും. അതുപോലെ ഇവിടെ 2hy ഇല്ലേ, ഇവിടെ പ്ലസ് 2hy അല്ലേ, അപ്പം 2h പ്ലസ് 2hyനെ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? -2hy എന്ന് പറഞ്ഞ് വരും.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ dy/dx ആ ടേമിനെ അവിടെ നിർത്തി, ബാക്കിയുള്ളതിനെല്ലാം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെയും dy/dx ഉണ്ട്, ഇവിടെയും dy/dx ഉണ്ട്. അപ്പോൾ നമ്മൾ dy/dx ലെഫ്റ്റ് സൈഡിൽ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ dy/dx ബാക്കി ഇവിടെ എന്താ ഉള്ളത് 2hx എന്ന് പറഞ്ഞ് കിട്ടും. പ്ലസ് ഇവിടെ ബാക്കി എന്താ ഉള്ളത് 2by ഈക്വൽ ടു, ഇനി ഇവിടെ എന്താ ഉള്ളത്, അത് നമ്മൾ മൈനസ്, ഇവിടെ നമ്മൾ രണ്ടിടത്ത് മൈനസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ മൈനസ് അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം. കാരണം ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, രണ്ടിടത്ത് മൈനസ് കോമൺ ആയി പുറത്തെടുത്തു. അപ്പോൾ എന്ത് വരും 2ax പ്ലസ് 2hy എന്ന് പറഞ്ഞ് കൊടുത്തു. ഇവിടെ പ്ലസ് വരാൻ കാരണം ഇവിടുത്തെ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, അപ്പം അതാണ് ഇവിടെ പ്ലസ് വരാൻ വേണ്ടി കാരണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമിൽ നിന്ന് dy/dx കോമൺ ആയിട്ട് എടുത്തു. ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഒരു 2 മൈനസ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. വേണമെങ്കിൽ -2 കോമൺ ആയിട്ട് എടുക്കാം, കുഴപ്പമില്ല കേട്ടോ, 2 അവിടെ കോമൺ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാനുള്ളത് എന്താ, dy/dx ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, dy/dx നമ്മൾ ഇവിടെ നിർത്തി, ഇത്രയും ടേമിനെ നമ്മൾ റൈറ്റിലേക്ക്, ഈക്വൽ ടുവിൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ പ്ലസ് മൈനസ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന്, ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാം പ്ലസ് ആയിരുന്നല്ലോ, അപ്പോൾ നമ്മളത് റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മൈനസ് ആയി. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് ഈ ഒരു ടേം കിടക്കുന്ന എവിടെ, ന്യൂമറേറ്ററിലാണ് നമ്മുടെ ഈ ഒരു ടേം കിടക്കുന്നത്. അപ്പം ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഈ ഒരു ടേം മൾട്ടിപ്ലിക്കേഷൻ ഫോമിലല്ലേ, അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും ഡിവൈഡഡ് ബൈ, താഴത്തെ ഡിനോമിനേറ്ററിലായിട്ടായിരിക്കും ഈ ഒരു ടേം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, dy/dx ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഈ ടേം അതുപോലെ കൊടുത്തു, ഈ ഒരു ടേം എവിടെ വരും ഡിനോമിനേറ്ററിലായിട്ട് വരും, 2hx പ്ലസ് 2by എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ നോക്കിയാൽ നമ്മുടെ ന്യൂമറേറ്ററിൽ 2 നമുക്ക് കോമൺ ആയിട്ടുണ്ടല്ലോ, അപ്പം ന്യൂമറേറ്ററിൽ നമ്മൾ 2 നമ്മൾ ഓൾറെഡി മൈനസ് അവിടെ കിടപ്പുണ്ട്, 2 നമ്മൾ കോമൺ ആയി പുറത്തെടുത്തു. അപ്പം ഇവിടെ 2 കോമൺ ആയി പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ ax വരും. അതുപോലെ ഇവിടുത്തെ 2 പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ പുറത്ത് പോയ ബാക്കി എന്തേ ഉള്ളൂ hy എന്ന് പറഞ്ഞ് വരും. താഴത്ത് നമുക്ക് നോക്കിയറിയാം അതുപോലെ 2 എന്താണ് കോമൺ ആണ്, നമ്മൾ 2 പുറത്തെടുത്ത് കോമൺ ആയിട്ട് ബാക്കി എന്താ ഉള്ളത് hx പ്ലസ് ഇവിടെ ബാക്കി എന്താ ഉള്ളത് by എന്ന് പറഞ്ഞ് വരും. അടുത്ത് നമ്മൾ ഈ 2ഉം കൂടി കട്ടായി കളഞ്ഞു, ബാക്കി നമുക്ക് അവിടെ എന്തേ ഉള്ളൂ മൈനസ് ഉണ്ട്, മൈനസ് നമ്മൾ അതുപോലെ എഴുതുക ax പ്ലസ് hy ഡിവൈഡഡ് ബൈ എന്ത് വരും hx പ്ലസ് by എന്ന് പറഞ്ഞ് വരും. ഇതാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ള dy/dx ആണ്. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഓരോ ടേമിനും നമ്മൾ ഡെറിവേറ്റ് ചെയ്യുക, അതിനുശേഷം നമുക്ക് dy/dx അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം dy/dxൻ്റെ ടേമൊക്കെ ഒരു സൈഡ് നിർത്തിയിട്ട് ബാക്കി ടേമിനെല്ലാം നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അതാണ് ഈ ഒരു സ്റ്റെപ്പ് വരുന്നത്. അതിനുശേഷം നമ്മൾ dy/dx കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കി ഈ ഒരു ടേം വരുമല്ലോ, ഈ ഒരു ടേമിനെയും കൂടി നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. പക്ഷേ കട്ട് ചെയ്ത് കളയാനുള്ളത് കട്ട് ചെയ്ത് കളയാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയും. അപ്പം ഇവിടെ കട്ട് ചെയ്ത് കളയാനുള്ളത് കൊണ്ട് 2 ഒക്കെ നമുക്ക് കോമൺ ആയതുകൊണ്ട് അതൊക്കെ പുറത്തെടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും, എന്ത് -ax പ്ലസ് hy ഡിവൈഡഡ് ബൈ hx പ്ലസ് by. ഈ ഒരു ഇങ്ങനെയാണ് നമ്മളൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ് എക്സും വൈയും വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ രണ്ടും കൂടി കണക്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമിൽ ആയിരിക്കും. ഇനി ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. x³ plus y³ ഈക്വൽ ടു 3axy ഫൈൻഡ് dy/dx. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് എന്ത്, x³ പ്ലസ് y³ ഈക്വൽ ടു 3axy. നമുക്ക് അവിടെ ഈക്വൽ ടു കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഈക്വൽ ടു 0 ആയിരുന്നു, ഇവിടെ നമുക്ക് ഈക്വൽ ടു എന്താണ് 3axy ആണ്. ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് എന്താണ് dy/dx ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോന്നിനും എന്താണ് ടേം ബൈ ടേം ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും d/dx ഓഫ് x³ പ്ലസ് d/dx ഓഫ് y³ ഈക്വൽ ടു d/dx ഓഫ് 3axy. അപ്പം ഇവിടെ നമ്മുടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സും വൈ ആണ്. ഈ എ ഒക്കെ എന്താണ് എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എക്സും വൈ ആണ് നമ്മുടെ വേരിയബിൾ ആയിട്ടുള്ളത്. എ നമുക്ക് എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമ്മളിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം എന്ത് വരും ഇംപ്ലൈസ് x³ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, അതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും 3x² എന്ന് പറഞ്ഞ് വരും. അല്ലെ ഈ x³ എന്ന് പറഞ്ഞ ഏത് ഫോമിലാണ് കിടക്കുന്നത്, x⁻n എന്നുള്ള ഫോമിലല്ലേ. x⁻nൻ്റെ ഡെറിവേറ്റീവ് എന്താ dy/dx ഓഫ് x⁻nൻ്റെ ഡെറിവേറ്റീവ് എന്താ n ഇൻറ്റു x⁻n−1 അല്ല. അപ്പോൾ എന്ത് വരും ഇവിടെ n-ൻ്റെ പ്ലേസിൽ ഇവിടെ എന്താ കിടക്കുന്നത് 3 ആണ്. അപ്പോൾ എന്ത് വരും 3 ഇൻറ്റു x⁻3−1 3−1 എന്താണ് 2 വരും. അതാണ് ഇവിടെ x³ ഡെറിവേറ്റീവ് 3x² എന്ന് പറഞ്ഞ് കിട്ടിയത്. പ്ലസ് ഇവിടെ നോക്കിയറിയാം y³ ആണ് ഇവിടെ ഉള്ളത്, നമുക്കിവിടെയുള്ള dy/dx ആണ് അല്ലേ, dx ആണ് താഴെ കിടക്കുന്നത്. അപ്പം y³ ഡെറിവേറ്റീവ് എന്ത് വരും നേരത്തെ പറഞ്ഞതും 3y² എന്ന് പറഞ്ഞ് വരും. ഇൻറ്റു അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ x ആണ് ഇവിടെ y ആണ്. അപ്പോൾ എന്ത് ചെയ്യണം ഈ y-നെ നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യണം, എന്ന് വെച്ചാൽ d/dx ഓഫ് y എന്ന് പറഞ്ഞ് കൊടുക്കുക ഈക്വൽ ടു. ഇനി ഇവിടെ നോക്കിയാൽ 3യും എയും കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ നമ്മൾ 3a പുറത്തേക്ക് എടുത്തു,
ബാക്കി എന്ത് വരും, ഡി ബൈ ഡി എക്സ് ഓഫ്, ബാക്കി ഇവിടെ എന്താ ഉള്ളത്, എക്സും വൈ അല്ലേ, അപ്പം എക്സ് വൈ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു, അതിനുശേഷം നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പം ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ പറഞ്ഞു എന്താ ഇത് ഏത് ഫോമില കിടക്കുന്നത് പറഞ്ഞു, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണല്ലോ, 3a ഉണ്ട്. ഈ എക്സും വൈയും എന്താണ് വേരിയബിൾ ആണല്ലോ, അപ്പം അത് ഏത് ഫോമിലാണ് കിടക്കുന്നത്, പ്രൊഡക്റ്റ് റൂളിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ എന്തൊരു, ഇതാണ് നമ്മുടെ യു, ഇതാണ് നമ്മുടെ വി ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് വരും, യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് റൂൾ കൊടുത്ത് നമ്മളിതിനെ മാറ്റി എഴുതുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 3a എന്ന് പറയുന്നത്, അപ്പം ഈ ഫസ്റ്റ് നമ്മൾ ഇതിനെ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൈയിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ ഒരു ടേമിൽ ഇത്രയും ടേമാണ് പറയുന്നത്, ഇതിൽ ഈ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൈനെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. പ്ലസ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. അപ്പോൾ നമുക്കിതിൽ വൈ മാത്രമായിട്ട് വരും. അപ്പം ഇതാണ് ഈ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവും ഈ ഒരു ടേമിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുപോലെ ബാക്കി ടേമിൽ നമ്മൾ അതുപോലെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോണത്, നമുക്കറിയാം ഇവിടെ ഈ ഒരു 3a ഈ രണ്ട് ടേമിനും കോമൺ ആണല്ലോ, എന്ന് വെച്ചാൽ ഈ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിനും അതുപോലെ ഈ വൈക്കും ഈ 3a എന്ന് പറയുന്ന സംഭവം കോമൺ ആണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാണ്, ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് അതിനെ ഉള്ളിലേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഈ ഒരു ടേം എന്ത് വരും, ബാക്കി ലെഫ്റ്റ് സൈഡൊക്കെ അതുപോലെ തന്നെ വരും, വ്യത്യാസമൊന്നുമില്ല. റൈറ്റ് സൈഡ് എന്ത് വരും, 3a ഇൻറ്റു ഈ എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3a ഇൻറ്റു വൈ, 3ay എന്ന് പറഞ്ഞ് വരും. നമ്മൾ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇനി ഇവിടെ നോക്കിയറിയാം, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഇവിടെ നോക്കിയാൽ നമ്മുടെ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ടേമിന് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, അതുപോലെ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലെ ഈ ഒരു ടേമിൽ എന്തുണ്ട്, ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേമിലൊക്കെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ഈ 3ax ഈക്വൽ ടുവിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. കാരണം ഇവിടെ ഈ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ഇത് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറം കിടക്കുന്ന ടേം അല്ലേ, അപ്പം ഈ ഒരു ടേം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ 3x² അല്ലേ, അവിടെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേം ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ടേം ഈക്വൽ ടുവിന് റൈറ്റിലേക്കും കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന ടേം എല്ലാം ഈക്വൽ ടുവിന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും, വേണമെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഏതെങ്കിലും ഒരു രീതി ചെയ്യണം. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി, ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേം എല്ലാം എന്തായിരിക്കണം, ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിലായിരിക്കണം, ബാക്കി ടേം എല്ലാം ഈക്വൽ ടുവിൻ്റെ മറ്റേ സൈഡിലേക്ക്, ആ രീതിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഞാൻ അതുകൊണ്ട് 3ax ഡി വൈ ബൈ ഡി എക്സിനെയാണ് ഈക്വൽ ടുവിന് ലെഫ്റ്റിലേക്ക് എടുത്തത്. ഇനി നോക്കിയറിയാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് കോമൺ അല്ലേ, അപ്പം രണ്ടെടുത്ത് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ എന്തെടുത്തു, കോമണായി പുറത്തെടുത്തു. ഡി വൈ ബൈ ഡി എക്സ് കോമണായി പുറത്തെടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ, ഇവിടെ നമുക്ക് 3y² മാത്രമേ ഉള്ളൂ, മൈനസ് ഇവിടെ എന്തേ ഉള്ളൂ, 3ax ഉള്ളൂ. ഈക്വൽ ടു എന്ത് വരും, ബാക്കി ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്താ ഉള്ളത്, 3ay. അപ്പം ഇവിടെ ഈ 3x², അപ്പം അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ലേ, അവിടെ പ്ലസ് 3x² ആയിരുന്നു, അത് ഈക്വൽ ടുവിന് റൈറ്റിലേക്ക് വന്നപ്പോൾ എന്താവും, മൈനസ് 3x² ആയി. ആ ഒരു സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ എന്താ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ടുവിന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനല്ലേ കിടക്കുന്നത്, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷനുമാണ് ഈ ഒരു ടേം കിടക്കുന്നത്, ന്യൂമറേറ്ററിലുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും, ഈ ഒരു ടേം എന്ന് പറയുകയും താഴെയായിട്ടായിരിക്കും വരുന്നത്. ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് എന്ത് കിട്ടി, 3ay മൈനസ് 3x² ഡിവൈഡഡ് ബൈ 3y² മൈനസ് 3ax. അപ്പം ഇവിടെ നോക്കിയാലും ന്യൂമറേറ്ററിൽ നമുക്ക് എന്താ 3 കോമൺ ആണ്, ഡിനോമിനേറ്ററിൽ അതുപോലെ എന്താണ് 3 കോമൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 3 കോമൺ ആയി പുറത്തേക്ക് എടുക്കുക. 3 കോമൺ ആയി പുറത്തെടുക്കുക. ഇവിടെ നോക്കിയാൽ ന്യൂമറേറ്ററിൽ 3 കോമൺ ആയി പുറത്തെടുക്കുമ്പോൾ എന്ത് വരും, ay² മൈനസ് x² വരും. ഡിനോമിനേറ്ററിൽ 3 കോമൺ ആയി പുറത്തെടുക്കുമ്പോൾ എന്ത് വരും, y² മൈനസ് ax വരും. അതിനുശേഷം രണ്ടും കൂടി കട്ടായി പോകുമ്പോൾ ബാക്കി എന്ത് വരും, ay മൈനസ് x² ഡിവൈഡഡ് ബൈ y² മൈനസ് ax എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നിനെ ടേം ബൈ ടേം ആയിട്ട് ഡെറിവേറ്റ് ചെയ്യാം. അതിനുശേഷം ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേമൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, അത് കോമൺ ആയി പുറത്തെടുക്കുക. എന്നിട്ട് അതിനുശേഷം ഡി വൈ ബൈ ഡി എക്സ് മാത്രം അവിടെ നിർത്തി ബാക്കി അതിനെയും കൂടി ഈക്വാലിറ്റിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ഇത് ബ്രാക്കറ്റ് വല്ലതും പുറത്തേക്ക് എടുക്കാനോ കോമൺ ആയിട്ട് വല്ലതുകൊണ്ടിന് പുറത്തേക്ക് എടുക്കുക, കട്ട് ചെയ്ത് കളയാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും, ay മൈനസ് x² ബൈ y² മൈനസ് ax. ഇങ്ങനെയൊരു ഫോർമുല നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇഫ് x² പ്ലസ് y² പ്ലസ്
2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? dy/dx ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? x² പ്ലസ് y² പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സും വൈ ആണ്. കാരണം ഇവിടെ dy/dx അല്ല, അപ്പം വൈയും എക്സും വരെ നമ്മുടെ ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ എക്സും വൈയും ആണ്. ബാക്കി ടേം എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. എന്ന് വെച്ചാൽ 2 കോൺസ്റ്റൻ്റ് ആണ്, ഈ g കോൺസ്റ്റൻ്റ് ആണ്, ഈ 2ഉം കോൺസ്റ്റൻ്റ് ആണ്, ഇവിടുത്തെ ഈ എഫ് കോൺസ്റ്റൻ്റ് ആണ്, സിയും കോൺസ്റ്റൻ്റ് ആണ്. ഈ എക്സ് വൈ ഒഴികെയുള്ള ബാക്കി ടേം എല്ലാം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഓരോ ടേം ബൈ ടേം ആയിട്ട് നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കൊടുക്കുകയാണ്. എന്ത് വരും? x² ഡെറിവേറ്റീവ് എന്ത് വരും? 2x വരും. പ്ലസ് y² ഡെറിവേറ്റീവ് എന്ത് വരും? 2y വരും. അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ x ആണ്, ഇവിടെ y ആണ്. അപ്പോൾ എന്ത് വരും? y നമ്മൾ ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ d/dx ഓഫ് y എന്ന് പറഞ്ഞ് കൊടുക്കുക. പ്ലസ് ഇനി ഈ 2g അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2g നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? d/dx ഓഫ് x വരും. പ്ലസ് അതുപോലെ ഇവിടെ 2f കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2f പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ എന്താ ഉള്ളൂ? y ആണ്. അപ്പോൾ എന്ത് വരും? d/dx ഓഫ് y വരും. പ്ലസ് ഇനി ഇവിടെ ഈ c എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പം കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഈക്വൽ ടു ബാക്കി ഇവിടെ എന്താ? 0 ഇല്ല, ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മൾ ടേം ബൈ ഓരോന്നിനെ ടേം ബൈ ടേം ആയിട്ട് നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പം കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയാം ഈ ഒരു ടേമിന് ഇത്രയും ടേമിന് നമുക്ക് എന്ത് എഴുതാം? dy/dx എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ എക്സിനെ ഡെറിവേറ്റീവും d/dx ഓഫ് എക്സ് എന്ത് വരും? ഈ ഒരു ടേം 1 ആയിട്ട് വരും. ഈ ഒരു ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം? dy/dx എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാൻ പോവുകയാണ്. അതാണ് 2x പ്ലസ് 2y dy/dx പ്ലസ് 2g പ്ലസ് 2f dy/dx ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നോക്കിയാലും ഇവിടെയും dy/dxൻ്റെ ടേമുണ്ട്, അതുപോലെ ഇവിടെയും dy/dxൻ്റെ ടേമുണ്ട്. അപ്പം ഇത് രണ്ടും നമ്മൾ ഇവിടെ നിർത്തി ഈ 2gയും അതുപോലെ ഈ 2xനും നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടുവിന് എങ്ങോട്ട് കൊണ്ടുപോവാണ്? റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ഇവിടെ നമുക്കറിയാം ഇവിടെ പ്ലസ് 2x ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? -2x വരും. ഇവിടെ പ്ലസ് 2g ആണ്, അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? -2g എന്ന് പറഞ്ഞ് വരും. അപ്പം നമ്മൾ d/dxൻ്റെ ടേം അവിടെ നിർത്തി ബാക്കി രണ്ട് ടേമിനും ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇനി എന്ത് വരും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ dy/dx ഇല്ലേ, ഈ രണ്ട് dy/dx നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പോൾ എന്ത് വരും? dy/dx നമ്മൾ കോമൺ ആയി പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ? 2y ആണ്. ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് 2f ആണ്. ഈക്വൽ ടു എന്ത് വരും? -2x - 2g എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്താൽ മൈനസ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ മൈനസ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 2x പ്ലസ് 2g എന്ന് പറഞ്ഞ് വരും. അപ്പം ഇതാണ് നമ്മുടെ dy/dx നമ്മൾ കോമൺ ആയി പുറത്തെടുത്തു. അതുപോലെ മൈനസ് നമ്മൾ എന്തെടുത്തു? കോമൺ ആയി പുറത്തെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്തായിരുന്നു? ഞാൻ മുന്നേയൊക്കെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു ടേമിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഈക്വൽ ടുവിന് റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. dy/dxനെ മാത്രം നമ്മൾ അവിടെ നിർത്തി ബാക്കി ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് വരും? -2x - 2g ഡിവൈഡഡ് ബൈ 2y പ്ലസ് 2f എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ എന്താ? നമ്മൾ ആ 2 ഇവിടെ 2 കോമൺ അല്ലേ, അപ്പോൾ നമ്മളിവിടെ 2 കോമൺ ആയിട്ട് എടുത്തു. ബാക്കി അവിടെ എന്താ ഉള്ളത്? x പ്ലസ് g വരും. അപ്പം ഇവിടെയും താഴത്തും 2 കോമൺ ആണ്. അപ്പോൾ എന്ത് വരും? y പ്ലസ് എഫ് എന്ന് പറഞ്ഞ് വരും. അതിനുശേഷം ഈ 2ഉം കൂടി കട്ടായി കളഞ്ഞു. ബാക്കി നമുക്ക് എന്തേ ഉള്ളൂ? -x പ്ലസ് g ബൈ y പ്ലസ് എഫ് എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾ മുന്നേ ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ അതേ സ്റ്റെപ്പ് പോലെ തന്നെ സ്റ്റെപ്പ് ഇത്രയാണ്. ഫസ്റ്റ് നമ്മൾ ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. dy/dxൻ്റെ ടേം എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം dy/dxനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ബാക്കി അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത്ര ലാസ്റ്റ് dy/dxൻ്റെ ടേമെല്ലാം നമ്മൾ ഒരു സൈഡ് നിർത്തി ബാക്കി ടേമിനെ എല്ലാം ഈക്വൽ ടുവിന് റൈറ്റിലേക്ക് ഈക്വൽ ടുവിനെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകും. അതാണ് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് dy/dx എന്ത് കിട്ടും? ഈ ഒരു നമ്മളിങ്ങനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് -x പ്ലസ് g ബൈ y പ്ലസ് എഫ് അങ്ങനെ രീതിയിലേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതേ ഫോമിലുള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് dy/dx if x² plus y² equal to x² into y² equal to x³ plus y³ plus 3xy. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് x² into y² equal to x³ plus y³ plus 3xy. നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം? ടേം ബൈ ടേം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഇവിടെ നോക്കിയറിയാം നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് x² into y² ഇല്ലേ. അപ്പം നോക്കിയറിയാം ഇത് u into v എന്നുള്ള, കാരണം എക്സും വൈയും നമ്മുടെ വേരിയബിളാണ്. അപ്പം ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? u into v. അപ്പോൾ നമ്മുടെ x² ആണ് u ആയി കിടക്കുന്നത്, അതുപോലെ y² ആണ് v ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? u into
ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇവിടെ ഡെറിവേറ്റ് ചെയ്യുന്നത്. ബാക്കിയില്ല. അതുപോലെ ഇവിടുത്തെ ഈ എക്സ് വൈനെ നമ്മളിതുപോലെ ഈ എക്സ് നമ്മൾ യു ആയിട്ട് എടുക്കുക, വൈ നമ്മൾ വി ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് റൂളിലെ ഇക്വേഷൻ കൊടുത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഇക്വേഷൻ കൊടുത്ത് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുവാണ്. നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ കൊടുത്താണ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് കിട്ടും. ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും, 3x² കിട്ടും. പ്ലസ് വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 3y² വരും. അതുപോലെ ഇവിടെ നമുക്ക് ഇവിടെ എക്സ് ആണ്, ഇവിടെ വൈ ആണ്. അപ്പോൾ എന്ത് വരും, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. നമ്മൾ ഒരു വൈയെ നമ്മൾ ഒന്നുകൂടി ഡെറിവേറ്റ് ചെയ്യാം. പ്ലസ് ഇവിടെ 3 നമ്മൾ കോമൺ ആയതുകൊണ്ട് കോമൺ ആയി പുറത്തെടുത്തും. അതിനുശേഷം എക്സിനെ വൈ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യുകയാണ്. എന്ത് വരും, എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു യു ഇൻറ്റു ഡി വി ബൈ, ആ ഒരു ഫോമിലാണ് കിടക്കുന്നത്, യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ആ ഒരു ഫോമിലാണ് ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്തത്. ഇനി എന്ത് വരും, ഇവിടെ ഈ y² നമുക്ക് എങ്ങനെ, y² ഡെറിവേറ്റീവ് എന്ത് വരും, y² എന്ന് പറയുമ്പോൾ ഇതൊരു 2y വരും. അതിൻ്റെ കൂടെ എന്ത് വരും, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞ് വരും. ഇവിടെ അതിൽ x² ഡെറിവേറ്റീവ് നമുക്ക് 2x എന്ന് പറഞ്ഞ് കൊടുക്കാം. ബാക്കിയെല്ലാം അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ മാറ്റി ചെയ്യുവാണ്. അപ്പോൾ എന്ത് വരും, നമുക്ക് x² 2y ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ പ്ലസ് y² 2x ഈക്വൽ ടു 3x² പ്ലസ് 3y² ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ. നമ്മൾ മുന്നേ ചെയ്ത അതേ ഒരു ഇത് തന്നെയാണ്, അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. അതേ ടൈം x²നെയും y-നെയൊക്കെ നമ്മൾ നേരത്തെ അത് പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്, വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടൈമിനും കോമൺ ആണല്ലോ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ എഴുതി കണ്ടോ, ഈ x² 2y-നെ 2x² y എന്ന് പറഞ്ഞു കൊടുത്തു. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് y² 2x ഈക്വൽ ടു 3x² പ്ലസ് 3y² അതുപോലെ എഴുതി. പിന്നെ ഈ 3-നെ നമ്മൾ ഈ രണ്ട് ടൈമിനും കോമൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 3y എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മൾ പറഞ്ഞു ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടൈമൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. എന്ന് വെച്ചാൽ ഇവിടെയും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, അതുപോലെ ഇവിടെയും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഇവിടെയും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഇവിടെയാണല്ലോ ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടീം നമ്മൾ എന്ത് ചെയ്യാണ്, ഈക്വൽ ടുവിന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു ടൈമിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈക്വൽ ടുവിന് റൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടൈമൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവന്നു, ബാക്കി ടൈമെല്ലാം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ എന്ത് ചെയ്യാണ്, കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നെല്ലാം ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയി പുറത്തെടുത്തു. ബാക്കി എന്ത് വരും, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ബൈ ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ 2x² y വരും. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ബൈ ബാക്കി ഇവിടെ 3y², ഇവിടെ എന്ത് വരും 3x. ബാക്കി ടൈമിൽ നമ്മൾ അതുപോലെ കൊടുത്തു. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും, ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ടുവിന് റൈറ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്ത് വരും, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും, 3x² പ്ലസ് 3y മൈനസ് 2xy² ഡിവൈഡഡ് ബൈ 2x² y മൈനസ് 3y² മൈനസ് 3x എന്ന് പറഞ്ഞ് വരും. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് നോക്കിയറിയാം, ഇവിടെ 3യും അതുപോലെ 2ഉം ഉണ്ട്, താഴത്തെ അതുപോലെ 2ഉം 3യും ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ, ഇപ്പം ഇവിടെ 3 മൊത്തം 3 ആയിരുന്നു, നമുക്ക് 3 കോമൺ ആയിട്ട് പുറത്തെടുക്കാമായിരുന്നു. ഇവിടെ 3യും 2ഉം ഒക്കെ ഉണ്ട്. അപ്പം നമുക്കങ്ങനെ കോമൺ ആയിട്ടൊന്നും പുറത്തെടുക്കാനില്ല. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, എന്ന് വെച്ചാൽ എക്സും വൈയും രണ്ടും വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമിൽ ആണ്. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്ക്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് പാരാമെട്രിക് ഇക്വേഷനാണ്. പാരാമെട്രിക് ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഈ ഒരു നമ്മുടെ ഒരു ഫംഗ്ഷൻ ആണല്ലോ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെ എക്സ് ആണ് നമ്മുടെ വേരിയബിൾ ആയിട്ടുള്ളത്. അപ്പം ചില സമയത്ത് എക്സും വൈ എന്ന് പറയുന്നത്, ഇപ്പം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, എക്സും വൈയും വേറൊരു വേരിയബിളിൻ്റെ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന രീതി. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഇപ്പം വേരിയബിൾ ടി എന്ന് പറഞ്ഞാൽ വേറെ വേരിയബിൾ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും അല്ലാതെ വേറൊരു വേരിയബിളിൻ്റെ ഫോമിലേക്ക് y ഈക്വൽ ടു ജി ഓഫ് ടി, ഇങ്ങനെ വേറൊരു വേരിയബിൾ വെച്ച് എക്സ്പ്രസ് ചെയ്യുന്ന
ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ ഒരു രീതിയുണ്ട്, അതിനെയാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിലിവിടെ ടി ഉണ്ടല്ലോ, ഈ ടി ആണ് നമ്മൾ എന്താണ് പാരാമീറ്റർ ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ എക്സും വൈയും വേറൊരു വേരിയബിൾ വെച്ച് എക്സ്പ്രസ് ചെയ്യുന്ന ആ വേറൊരു വേരിയബിൾ ഉണ്ട്. അപ്പം ഇവിടെ വേണമെങ്കിൽ ടിക്ക് പകരം വേണമെങ്കിൽ എ ആകാം, അപ്പം അല്ലെങ്കിൽ തീറ്റ എയോ അല്ലെങ്കിൽ തീറ്റയോ അങ്ങനെ എന്ത് വേണമെങ്കിലും. അപ്പം ഇവിടെ ഈ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ, അതുപോലെ വൈ ഈക്വൽ ടു ജി ഓഫ് തീറ്റ ആണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ തീറ്റയാണ് ഇവിടുത്തെ എന്ത് പാരാമീറ്റർ ആയിട്ട് വരുന്നത്. അതാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സും വൈയും വേറൊരു മൂന്നാമതൊരു വേരിയബിൾ, എക്സും വൈ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ, ഇത് കൂടാതെ എക്സിനെയും വൈനെയും മൂന്നാമതൊരു വേരിയബിൾ വെച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ മൂന്നാമത്തെ വേരിയബിളിനെ, ഇവിടെയുള്ള തീറ്റ അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ടി എന്നൊക്കെ പറഞ്ഞ ഒരു മൂന്നാമത്തെ വേരിയബിൾ ഉണ്ടല്ലോ, ആ മൂന്നാമത്തെ വേരിയബിളാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ മൂന്നാമത് ഒരു വേരിയബിൾ വെച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിന് ആ ഒരു ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നോക്കിയാൽ അറിയാം, സംടൈംസ് ബോത്ത് എക്സ് ആൻഡ് വൈ ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എ തേർഡ് വേരിയബിൾ കോൾഡ് പാരാമീറ്റർ. എക്സും വൈയും എന്ന് പറഞ്ഞാൽ എക്സും വൈയും വേറൊരു മൂന്നാമതൊരു വേരിയബിൾ വെച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാമീറ്റർ. അതിനാണ് നമ്മൾ ആ ഒരു വേരിയബിൾ മൂന്നാമത്തെ ഒരു പാരാമീറ്ററിനെയാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിലൊരു ഫംഗ്ഷനാണ് കാണിക്കാൻ പോകുന്നത്. ലെറ്റ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു ജി ഓഫ് ടി. എന്നിട്ട് എക്സും വൈയും രണ്ട് വേരിയബിളാണ്. അതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു വേരിയബിളായ ടി എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്തേക്കുവാണ്. ഹിയർ ദി പാരാമീറ്റർ ഈസ് ടി. അപ്പം ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നതാണ് ടി ആണ്. അപ്പം ഇവിടെ ഈ ഒരു ടിയുടെ പ്ലേസിൽ എ ആയിരുന്നു, ഇവിടുത്തെ പാരാമീറ്റർ എന്തായിരിക്കും, എ ആയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ടിയുടെ പ്ലേസിൽ തീറ്റ ആയിരുന്നു, ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. അപ്പം ഏത് വേരിയബിൾ വെച്ചാണോ ഇതിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും നമ്മുടെ പാരാമീറ്റർ ആയിട്ട് വരുന്നത്. ഇനി അങ്ങനെ മൂന്നാമതൊരു വേരിയബിളും കൂടിയുള്ള അങ്ങനെ ഒരു കേസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു കേസിൽ നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ dy/dx ഓഫ് dy/dt പ്ലസ് dx/dt എന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന ഈ ഒരു ടൈപ്പ് പാരാമെട്രിക് ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ രണ്ട് ഫംഗ്ഷൻ തന്നിട്ടായിരിക്കും. പക്ഷേ y ഈക്വൽ ടു പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും, x ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ y എന്ന് പറഞ്ഞ ഈ ഒരു ടേമിന് ഇപ്പം പാരാമീറ്റർ ടി വെച്ചിട്ടുള്ള ഫംഗ്ഷനാണെന്ന് വിചാരിക്കും, ഒരു ടി ക്യൂബോ അങ്ങനെ എന്തെങ്കിലാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, dy/dt കണ്ടുപിടിക്കണം. അതിനുശേഷം ഇവിടെ x ഈക്വൽ ടു ഒരു 3t ആണെന്ന് വിചാരിക്കും. അങ്ങനെ അതിനുശേഷം നമ്മൾ dx/dt കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ dy/dt കണ്ടുപിടിക്കണം, അതുപോലെ dx/dt കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്, dy/dt ഡിവൈഡഡ് ബൈ dx/dt എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ വൈനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുക, പാരാമീറ്റർ ഏതാണോ നിങ്ങൾ ആ വേരിയബിൾ വെച്ച് ഡെറിവേറ്റ് ചെയ്യുക. അതുപോലെ എക്സിനെയും വെച്ചാൽ രണ്ട് ഫംഗ്ഷൻ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഇക്വേഷനിലേക്ക് ഇടും. നമ്മുടെ ഇക്വേഷൻ ഇതാണ്, dy/dx ഈക്വൽ ടു dy/dt ഡിവൈഡഡ് ബൈ dx/dt. അപ്പോൾ ഇവിടെ ടി വരാൻ കാരണം നമ്മളൊരു പാരാമീറ്റർ ടി കൊടുത്തോണ്ടാണ് കേട്ടോ. ഇപ്പം ഇവിടെ തീറ്റയാണ് നമ്മുടെ പാരാമീറ്റർ എങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, dy/dθ ഡിവൈഡഡ് ബൈ എന്ത് വരും, dx/dθ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവിടുത്തെ ടിയും അതുപോലെ തീറ്റയൊക്കെ മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ ടി ആയതുകൊണ്ടാണ് നമ്മളിവിടെ dy/dt എന്ന് പറഞ്ഞ് കൊടുത്ത്. ഇനി തീറ്റയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, dy/dθ ഹോൾ ഡിവൈഡഡ് ബൈ dx/dθ എന്ന് പറഞ്ഞ് കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പം ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് വലിയ കുഴപ്പമില്ല, ടഫൊന്നുമല്ല ഈ ഒരു പാരാമെട്രിക് ഇക്വേഷനൊക്കെ. കാരണം എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള സംഭവമായിരിക്കും ഡെറിവേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു at² വൈ ഈക്വൽ ടു 2at ഫൈൻഡ് dy/dx. അപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കാനുള്ളത് dy/dx ആണ്. രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു at² എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ y ഈക്വൽ ടു 2at എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാലും ടി ആണ് ഇവിടുത്തെ നമ്മുടെ പാരാമീറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. ടി ആണ് നമ്മുടെ പാരാമീറ്റർ. അപ്പോൾ എന്ത് വരും, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, കണ്ടുപിടിക്കാൻ dy/dx അല്ലേ. അപ്പം dy/dxൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, dy/dt ഡിവൈഡഡ് ബൈ dx/dt. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് dy/dt കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ dx/dt കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് dy/dt കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. dy/dt ഈക്വൽ ടു d/dt ഓഫ് നമ്മുടെ y എന്ന് പറഞ്ഞാൽ എന്താണ്, y ഈക്വൽ ടു എന്താണ്, 2at അല്ലേ. അപ്പം 2at എന്ന് പറഞ്ഞ് കൊടുക്കുക. ഈക്വൽ ടു ഇപ്പോൾ ഇവിടുത്തെ 2a എന്ന് പറയുന്നത് എന്താണ്, കോമൺ ആണ്. അപ്പോൾ നമ്മൾ 2a കോമൺ ആയിട്ട് എടുത്തു. ബാക്കി എന്ത് വരും, d/dt ഓഫ് t. അപ്പോൾ എന്ത് വരും, ഈക്വൽ ടു 2a ഇൻറ്റു എന്ത് വരും, ടിയുടെ ഡെറിവേറ്റീവ്, ടി വെച്ച് തന്നെ ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പം ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്ത് വരും, 2a എന്ന് പറഞ്ഞ് കിട്ടും. എന്ന് വെച്ചാൽ dy/dt നമുക്ക് എന്ത് കിട്ടും, 2a എന്ന് പറഞ്ഞ് കിട്ടും.
ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഡി എക്സ് ബൈ ഡി ടി അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത് ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് നമ്മുടെ എക്സ് എന്താണ്, എ ടി സ്ക്വയറിൽ എക്സ് എന്ന് പറഞ്ഞാൽ എ ടി സ്ക്വയർ ആണ്. അപ്പം എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഈക്വൽ ടു ഈ എ കോൺസ്റ്റൻ്റ് ആണ്, അപ്പം എ നമ്മൾ പുറത്തേക്ക് ഇട്ടു, ബാക്കി എന്ത് വരും, ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഈക്വൽ ടു എ ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2t. കാരണം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x അല്ലേ. അങ്ങനെയെങ്കിൽ എന്ത് വരും, ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2t എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി എന്ത് കിട്ടി, 2at എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അതാണ് ഇവിടെ കിടക്കുന്നത്. a2t നമ്മൾ 2at എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, dy ബൈ ഡി ടിയും കണ്ടുപിടിച്ചു, 2 എന്ന് പറഞ്ഞ് കിട്ടി. അതുപോലെ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് എന്ത് കിട്ടി, 2at എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ ഈ രണ്ടുമല്ല കണ്ടുപിടിക്കാനുള്ളത്, രണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളിതിനെ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, dy ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഇപ്പോൾ dy ബൈ ഡി ടി നമുക്ക് എന്ത് കിട്ടി, 2a കിട്ടി. നമ്മളോട് 2a കൊടുത്തു. അതുപോലെ അടുത്തത് ഡി എക്സ് ബൈ ഡി ടി അല്ലേ, ഡി എക്സ് ബൈ ഡി ടി നമുക്ക് എന്ത് കിട്ടി, 2at എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2a ബൈ 2at എന്ന് പറഞ്ഞ് വരും. 2ഉം 2ഉം കട്ടായി പോയി, എയും കട്ടായി പോയി. ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ, 1/t മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇവിടുത്തെ dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, 1/t എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ ആ രണ്ടിൻ്റെ dy ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി രണ്ടും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ. അതുതന്നെ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഈ ഒരു പാരാമെട്രിക് ഇക്വേഷൻ വെച്ചാണ് നമ്മളതിനെ ഡെറിവേറ്റീവ് ചെയ്യുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു എ തീറ്റ മൈനസ് സൈൻ തീറ്റ y ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഫൈൻഡ് dy ബൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം തീറ്റയാണ് എന്ത് നമ്മുടെ പാരാമീറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് dy ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇവിടെ തീറ്റയാണ് നമ്മുടെ പാരാമീറ്റർ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും, dy ബൈ ഡി എക്സ് ഈക്വൽ ടു dy ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്കറിയാം എക്സും വൈയും നമുക്ക് രണ്ട് ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മളിതിനെ എന്ത് ചെയ്യാൻ പോവാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടതാണ് dy ബൈ ഡി തീറ്റ അല്ലേ. അപ്പോൾ നമ്മൾ dy ബൈ ഡി തീറ്റ കണ്ടുപിടിക്കണം. dy ബൈ ഡി തീറ്റ ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. നമുക്ക് ഈ a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പം a നമ്മൾ കോമൺ ആയി പുറത്തെടുത്തു. ബാക്കി എന്താ ഉള്ളത്, d ബൈ ഡി തീറ്റ ഓഫ് എന്ത് വരും, 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ് വരും. എന്ത് വരും, ഈക്വൽ ടു എന്ത് വരും, a ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, അത് 0 എന്ന് പറഞ്ഞ് വരും, മൈനസ് കോസ് തീറ്റ. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ആണ്. അപ്പോൾ എന്ത് വരും, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ആ മൈനസും ഇവിടെയുള്ള കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പം ഈ ഒരു മൈനസും കൂടി ചേർന്ന് ഇവിടെ പ്ലസ് ആകും. എന്ത് വരും, സൈൻ തീറ്റ എന്ന് പറഞ്ഞ് വരും. ഈക്വൽ ടു ഇത് വരും, ഇവിടെ 0 പ്ലസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ തീറ്റയാണ്. അപ്പം ഈക്വൽ ടു എന്ത് വരും, എ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് dy ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടും, എ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡി എക്സ് ബൈ ഡി തീറ്റയും കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്ത് വരും, ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം എ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എ കോമൺ ആയിട്ട് എ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്, ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു എ ഇൻറ്റു, ഇനി തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, തീറ്റ നമ്മൾ തീറ്റ കൊണ്ടാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റയുടെ ഡെറിവേറ്റീവോട് എന്ത് വരും, 1 എന്ന് പറഞ്ഞ് വരും, മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ, സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് ആണ്. അപ്പം സൈൻ തീറ്റ എന്ത് വരും, കോസ് തീറ്റ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് എന്ത് വരും, എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ് എന്ത് കിട്ടും, നമുക്ക് ഈ ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, dy ബൈ ഡി എക്സ് ഈക്വൽ ടു dy ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. രണ്ട് ഫാക്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും, dy ബൈ ഡി തീറ്റ എന്താണ്, എ സൈൻ തീറ്റ അതുപോലെ കൊടുത്തു. ഡി എക്സ് ബൈ ഡി തീറ്റ എന്താണ്, എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. അപ്പം രണ്ടിടത്തും എ ഉണ്ട്, എ നമ്മൾ കോമൺ ആയി കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് വരും, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ് കിട്ടി. ഇങ്ങനെ ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ നേരത്തെ dy ബൈ ഡി തീറ്റ കണ്ടുപിടിക്കുക, അതിനുശേഷം ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടുപിടിക്കുക, ശേഷം ഇക്വേഷനിലേക്ക് നമ്മൾ ആ കണ്ടുപിടിച്ച രണ്ടും ഇട്ട് കൊടുത്താൽ മതി.
ഇതുപോലത്തെ വേറൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു എ സീക്ക് തീറ്റ വൈ ഈക്വൽ ടു ബി ടാൻ തീറ്റ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പം ഇവിടെ നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുന്നതായിരിക്കും തീറ്റയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ വരും. നമ്മളിതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറൻറ്റ് ഓരോന്നിനും ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിക്കുകയാണ്. ഡി വൈ ബൈ ഡി തീറ്റ ചെയ്യുമ്പോൾ എന്ത് വരും? ഡി ബൈ ഡി തീറ്റ. ഇതാണ് നമ്മുടെ വൈ എന്ന് പറയുന്നത്. ബി കോമൺ ആണ്, നമ്മൾ ബി കോൺസ്റ്റൻ്റ് ആണ്, ബി നമ്മൾ പുറത്തേക്ക് എടുത്ത് ബാക്കി എന്ത് വരും? ഡി ബൈ ഡി തീറ്റ ഓഫ് ടാൻ തീറ്റ എന്ന് പറഞ്ഞ് വരും. ഈക്വൽ ടു ബി ഇൻറ്റു ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പം ടാൻ തീറ്റ എന്ത് വരും? സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ നമുക്ക് എന്ത് കിട്ടും? ബി സീക്ക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് വരും. അതുപോലെ ഡി ബൈ ഡി തീറ്റ ഓഫ് സീക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എക്സിൻ്റെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്കറിയാം എ കോൺസ്റ്റൻ്റ് ആണ്, എ നമ്മൾ പുറത്തേക്ക് എടുത്തു, ബാക്കി എന്താ ഉള്ളത്? ഡി ബൈ ഡി തീറ്റ ഓഫ് സീക്ക് തീറ്റയാണ്. ഈക്വൽ ടു എ ഇൻറ്റു സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്. അപ്പം സീക്ക് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? സീക്ക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറഞ്ഞ് വരും. നമുക്ക് എന്ത് കിട്ടി? ഡി എക്സ് ബൈ ഡി തീറ്റ നമുക്ക് എന്ത് കിട്ടി? എ ഇൻറ്റു സീക്ക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറഞ്ഞ് വരും. നമ്മളിനി ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്ത് വരും? ബി സീക്ക് സ്ക്വയർ തീറ്റ ബൈ എ ഇൻറ്റു സീക്ക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ നോക്കിയാൽ സീക്ക് സ്ക്വയർ തീറ്റ ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ 2 സീക്ക് ഉണ്ട്. അപ്പം ഈ ഒരു സീക്കും അതുപോലെ ഇവിടുത്തെ ഈ സ്ക്വയറും കൂടി കട്ട് ചെയ്യണം. ബാക്കി എന്ത് വരും? ബി ഇൻറ്റു ഈ ഇവിടുത്തെ 2 സീക്കിൽ ഒരു സീക്ക് പോയില്ലേ, അപ്പോൾ അവിടെ സീക്ക് തീറ്റ മാത്രം വരും, ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറഞ്ഞ് വരും. നമ്മൾ ഇതിപ്പം എല്ലാം ഒരുപോലെ ടൈപ്പാണ്. നമ്മൾ എക്സിനെ വൈനെ ഡെറിവേറ്റ് ചെയ്യുക, അതിനുശേഷം ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അത്ര ഇവിടെ നമ്മൾ ചെയ്യുന്നുള്ളൂ.